സ്കൂൾ ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പല പരിപാടികൾക്ക് പോയിട്ടുണ്ട്. ഇവിടെ പലരും കാണിച്ചു സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷം ആദ്യമായി ഇവിടേക്ക് വരുന്ന പെൺകുട്ടികളുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂളിൽ എത്തിയിട്ടുള്ള ഒരു പഴയ സ്റ്റുഡന്റാണ് ഞാൻ. സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കോടെയാണ് ഞാൻ സ്കൂളിൽ നിന്ന് പോയത്. പക്ഷെ അധ്യാപകരുടെ ഇഷ്ടപ്രകാരം ഏത് ഗ്രൂപ്പ് എടുക്കണം എന്ന് പോലും എനിക്ക് അറിയുമായിരുന്നില്ല. അവരോട് ചോദിച്ചു, ഏറ്റവും ഉയർന്ന ഗ്രൂപ്പായ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാൻ അവരുടെ ഇഷ്ടത്തിന് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന് പോയി. ശേഷം പ്രീ ഡിഗ്രിക്ക് ശേഷം എന്തെടുക്കണം എന്നറിയാൻ ഞാൻ എന്റെ സ്കൂളിൽ ചെന്നു. ആ സ്കൂളിൽ പോകുമ്പോൾ എന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്ക് മനസ്സിലാകാതെ പോകുന്ന മറ്റു കുട്ടികളുടെ കോമ്പറ്റീഷൻ ആകുന്ന കാര്യങ്ങൾക്ക് ഞാൻ എന്റെ സ്കൂളിലെ അധ്യാപകർക്ക് കത്തെഴുതി. റാങ്കിങ്ങിനെ കുറിച്ച് പോലും ചോദിച്ചാൽ എന്ത് ചെയ്യണം എന്ന് അധ്യാപകർക്ക് കത്തെഴുതുമായിരുന്നു. അതിനുശേഷം ഞാൻ നിയമ വിദ്യാർത്ഥിയായി പോകുമ്പോൾ ഞാൻ ആദ്യം അഭിപ്രായം പറയാൻ ചെന്നത് എന്റെ സ്കൂളിലാണ്. അവർക്ക് വളരെ ഞാൻ സംസ്ഥാനക്കാരിയാണ്. പൊതുവെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും സ്കൂളുകളിൽ പൊതുവെ എല്ലാ കാര്യത്തിലും ഉണ്ട്. എത്ര ആക്റ്റീവായി നടന്നാലും ഒരു നിയമ വിദ്യാർത്ഥി അല്ലെങ്കിൽ നിയമരംഗത്തേക്ക് പോകുന്നതിനോട് പെൺകുട്ടികൾ പോകുന്നതിനോട് എന്റെ അധ്യാപകർക്കും ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എല്ലാവരുടെ അനുവാദം വാങ്ങി തന്നെയാണ് ഞാൻ നിയമ രംഗത്ത് പോയത്. എൻറോൾ ചെയ്ത് അഭിഭാഷകയാകാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ സ്കൂളിലെത്തി. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. ശേഷം ഞാൻ മജിസ്ട്രേറ്റായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുന്നു, ഒരു മജിസ്ട്രേറ്റായി പോകുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും ഞാൻ ആദ്യം എത്തിയത് എന്റെ സ്കൂളിൽ തന്നെയാണ്. അധ്യാപകരെ അറിയിച്ചു. അതിനുശേഷം അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് സ്കൂളില് എനിക്കുള്ള സ്വീകരണങ്ങളില് അല്ലെങ്കിൽ സ്കൂളിലെ പല പ്രോഗ്രാംസിലൊക്കെ ഒരുപാട് എത്തി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കോളേജുകളിലും ഹയർ സ്റ്റഡീസിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. കേരളത്തിൽ പുറത്തും പല കോളേജിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ സ്കൂളിലെ ഓരോ കാര്യങ്ങളും ഞാൻ ഏറ്റവും ഒരു കൊച്ചു കൂട്ടുകാരോടൊപ്പമുള്ള അല്ലെങ്കിൽ എന്റെ അധ്യാപകരെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നപ്പോൾ അവരെനിക്ക് തന്ന പ്രചോദനം. ഞാൻ പരീക്ഷ എഴുതി ഇപ്പോഴും ഞാൻ രണ്ടെല്ലാം പിന്നീടും എടുത്തു. ഏത് പരീക്ഷ എഴുതുമ്പോഴും ഞാൻ എന്റെ സ്കൂളിലെ അധ്യാപകരെയാണ് അവരെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതും. അവരെയാണ് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്കൂൾ അതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ആത്മാവിന്റെ ഭാഗമാണ്. ഇവിടെ അയ്യപ്പൻ്റെ ആദ്യം വീട്ടിലെ OSAയി വന്ന സമയത്ത് ഞാനാണ് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞത്, നിർബന്ധമായി അതിൽ പങ്കാളിയാവണം, പോണം നമ്മുടെ സ്കൂളിൽ, നിങ്ങളുടെ സ്കൂളിൽ. എനിക്ക് എന്റെ സ്കൂളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതുപോലെ തന്നെ അങ്ങനെ അവരുടെ ഒരു ബാലകൃഷ്ണനെ അയ്യപ്പൻ ചേട്ടനെയൊക്കെ അവർക്കറിയാം. അവരുടെ നിങ്ങളുടെ ഒരേ സ്കൂളിലെ കാര്യങ്ങൾ എത്തുമ്പോ ഞാൻ വീട്ടിലുള്ള സമയത്തല്ല, അതിന്റെ ഒപ്പം ഞാൻ അതിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ ഇവരുടെ ഈ സ്കൂളിൽ തന്നെ പല കാര്യങ്ങളിൽ OSAയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോഴും അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിലെ ബാബുവിന്റെ ഒക്കെ മെസ്സേജസ് കേട്ടു. സത്യത്തില് എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഞാനൊരു പ്രസംഗയല്ല. പ്രത്യേകിച്ച് ഞാനും സുരേഷ് മാഷും ഒക്കെ ധാരാളം വേദികൾ പങ്കിട്ടുണ്ട്. സുരേഷ് മാഷിനെ പോലെയുള്ള ഒരു പ്രാസംഗികൻ മുമ്പിലൊക്കെ നിന്ന് പറയാനുള്ള ആളല്ല. പക്ഷെ ഞാനൊരു സാധാരണ എന്റെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ഉള്ള ആളാണ്. ഞാൻ വിളിക്കാതെ വരുന്ന ഞാൻ പ്രോഗ്രാമിൽ പോകുന്നില്ല എന്നുള്ളതല്ല. എന്റെ ഒഫീഷ്യലായിട്ട് സ്ഥലങ്ങളിൽ മാത്രമല്ലാത്ത ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാധാരണ അദ്ദേഹം പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പായ കാര്യങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അല്ലാതെ വിളിച്ചാലേ വരൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വരാറില്ലേ എന്നൊക്കെ ബാബു ചോദിച്ചത് കേട്ട് എനിക്ക് അത്ഭുതമായി. കാരണം ഇദ്ദേഹത്തിന് ഇവിടെ ഷാജുവിന്റെ അടക്കം അദ്ദേഹത്തിന് പല ക്ലാസ്മേറ്റ്സ് ഇരിക്കുന്നുണ്ട്. അവർക്കറിയാം വട്ടപ്പുറമിലെ കടയിലൂടെ മുന്നിൽ പോയ ഷാജുവിന്റെ കടയുടെ മുമ്പിൽ തന്നെ നിർത്തും. എന്റെ ക്ലാസ്മേറ്റിന്റെ കടയാണെന്ന് പറഞ്ഞ് ആ കടയിൽ തന്നെ ഇറങ്ങും. അങ്ങനെ ഏത് സ്ഥലത്ത് ഇവിടെ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ക്ലാസ്മേറ്റ്സിനെ കണ്ടാൽ ഏത് സ്ഥലത്തും ഇറക്കുകയും ഞങ്ങൾ അതുപോലെ പോകുകയൊക്കെ ചെയ്തു. അല്ലാതെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആക്കി ഇത് മാറ്റാൻ വേണ്ടി ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞതാകും. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഞാനിതൊക്കെ പറഞ്ഞത് നമ്മൾ ഒരു ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒന്നിച്ച് കൂട്ടായ്മയുടെ ഒരു ആവശ്യങ്ങളും അതിന്റെ ഒരു സ്നേഹമൊക്കെ പറയാൻ വേണ്ടിയാണ്. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ഇപ്പൊ കണ്ടതിന്റെ പഴയ സന്തോഷമാകാൻ ബാബു പറഞ്ഞതുപോലെ ഇത്രയും വൈകിപ്പോയി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മൾക്ക് കിട്ടുന്ന ഒരു ഊർജം, ഒരുമിച്ച് കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം അത് വളരെയധികമാണ്. ആ കൂട്ടായ്മയിലാണ് നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ചെറുപ്പമായി തോന്നാം. പല കാര്യങ്ങളിലും മനസ്സുകൊണ്ട് നമ്മൾ പല ബുദ്ധിമുട്ടുകള്, പല ജോലിയുടെ ടെൻഷൻസ്, ഫാമിലി മാറ്റേഴ്സിനൊക്കെ വളരെയധികം ടെൻഷൻസ് ഉണ്ടായിരിക്കും വരാം. പക്ഷെ നമുക്കൊരു ആത്മാർത്ഥമായ സുഹൃത്തെങ്കിൽ ഒന്നും ഇപ്പോഴും എത്ര അകന്നിരുന്നാലും പഴയ സ്റ്റുഡൻസിനെ, പഴയ കൂട്ടുകാരെ, കളിക്കൂട്ടുകാരെ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെ കാണുന്ന ഒരു ആത്മാർത്ഥത പിന്നീട് പല മേഖലകളിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടാനുണ്ടായിട്ടാവില്ല.
ആ ഒരു കാരണം കൊണ്ട് തന്നെയാകും പഴയ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് അന്ന് കള്ളത്തരമില്ല, അന്ന് നമ്മുടെ പൊള്ളയായ പൊയ്മുഖങ്ങളൊന്നുമില്ല, ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായി ഉള്ളു തുറന്ന് സംസാരിക്കുന്ന എല്ലാ നമ്മുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അറിയുന്ന ഒരു കുട്ടിക്കാലമാണ് നമുക്കുള്ള കൂട്ടുകാരാണ്. ആ ഒരു കാരണം കൊണ്ട് ഇത് നേരത്തെ ഇത്തരം ഒരു കൂട്ടായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത ഒരു എനർജി നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമായിരുന്നു. പലർക്കും പല പ്രാരബ്ധത്തോടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരം ചെറിയ ചെറിയ കൂട്ടായ്മ നമുക്ക് തോന്നുമെങ്കിൽ നമ്മുടെ സമയം മെനക്കെടുത്തി എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അത് നമുക്ക് നൽകുന്ന ഒരു എനർജി ഇനിയുള്ള കാലത്തിലാണെങ്കിലും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അത് കണ്ടാൽ ഞാൻ ഇന്ന് വിളിച്ചു അധ്യാപകരൊക്കെ എത്തും. ഇപ്പൊ ബാബു പറയുമ്പോഴാണ് പറയുന്നത് അധ്യാപകരൊന്നും എത്തുന്നില്ല എന്നുള്ളത്. നമ്മുടെ അധ്യാപകന്റെ ഒരു അനുഗ്രഹം നമ്മൾ അറിയാതെ പോയവർ ആണെങ്കിൽ പോലും നമുക്ക് എനിക്കൊന്നും ഇപ്പോഴത്തെ തലമുറ പോലെയല്ല. നമ്മുടെ തലമുറയില് അടി വാങ്ങാതെ വഴക്ക് വാങ്ങാതെ കിട്ടിപ്പോകുന്നത് വളരെ ചുരുക്കം കുട്ടികളാണ്. അന്ന് എത്ര ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും നിങ്ങൾ സ്നേഹത്തോടെ എത്ര പേര് വിളിച്ചെങ്കിലും വളരെ സ്നേഹത്തോടെ തന്നെ ആ അധ്യാപകൻ വിചാരിക്കുന്നു. ഇത് ഞാൻ നിയമ രംഗത്തുള്ള ഒരാൾ എന്നുള്ള രീതിയോട് മാത്രം ഇവിടെ പറയുകയാണ്. ഇവിടെ എത്ര അന്വേഷണമാണെന്ന് എനിക്ക് ഞാൻ പറയുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ജില്ലാ ജഡ്ജിയായിട്ട് അത് ചെല്ലുമ്പോൾ ക്രിമിനൽ കേസുകള് കൊലപാതക കേസുകളൊക്കെയാണ് നടത്തിയിരുന്നത്. അതിന്റെ വിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ജീവപര്യന്തം ശിക്ഷിച്ചു. എനിക്ക് അതിന് വലിയ പ്രാധാന്യം സെൻസിറ്റീവ് കേസസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം എന്നെ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്ന കോടതി പോക്സോ ആ കോടതിയിലേക്ക് മാറ്റി. ഇപ്പോ ആ കോടതിയിലെത്തുമ്പോൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന പോലെ ലൈംഗിക പീഡനങ്ങളാണ് കൂടുതലെങ്കിലും അവിടെ കുട്ടികൾക്കെതിരെയുള്ള ഏത് അതിക്രമങ്ങളും വരും. ഇപ്പൊ 6 മാസമായ കുഞ്ഞിനെ സ്വന്തം അച്ഛൻ പീഡിപ്പിച്ച കേസ് മുതൽ എന്റെ കോടതിയുണ്ട്. ഇതെല്ലാം പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ കുറ്റപ്പെട്ട സ്വാമിയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അത്രയും കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചൊരു കുറച്ച് ടെൻഷനുള്ള കേസ് തന്നെയാണ്. പക്ഷേ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കേസുണ്ട്. ഒരു അധ്യാപകൻ ഒരു കുട്ടി ഒരു ദിവസം സ്കൂൾ ഗ്രൗണ്ടില് വഴക്കുകൂടി, വഴക്ക് രണ്ടുപേർ തന്നെ വഴക്കുകൂടി അവർ ഉരുട്ട് വീണു, അവരുടെ കൈ ഒന്നു. ആ അധ്യാപകൻ കായിക അധ്യാപകനാണ്, പിടിച്ചുകൊണ്ട് വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരുടെ കൈ പ്ലാസ്റ്ററിലടിച്ച് കൊടുത്തിട്ട് പറഞ്ഞയച്ചു. ഇനി സ്കൂളിലെത്താൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി ഇത് പറഞ്ഞു. 3-ാം ദിവസം സ്കൂളിലെത്തി അധ്യാപകൻ ടീം കിടക്കുന്നത് ഇവൻ വീണ്ടും ഗ്രൗണ്ടില് കുട്ടികളോടൊപ്പം വഴക്കുണ്ടാക്കുന്നു എന്നുള്ളൊരു ന്യൂസ് കിട്ടി. അധ്യാപകൻ ചൂല് വടിയുമായി ഗ്രൗണ്ടിലെത്തി. ബാക്കി കുട്ടികൾ ഓടി. ഇവനെ കണ്ടു. അധ്യാപകൻ 3 അടി ഒരു തൊഴിൽ അടിച്ചു. അതാണ് കേസ്. ഇവൻ വൈകിട്ട് വീട്ടിലെത്തി. നേരെ മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞു. അവർ നേരെ എന്റെ ഹോസ്പിറ്റലിൽ എത്തി. ഈ പോക്സോ കുട്ടികളുടെ കാലത്ത് ഞാൻ ടീച്ചർമാർക്ക് പേടിയാണ്. ഞാൻ ഒന്നിയുടെ സമയത്ത് പറഞ്ഞു അധ്യാപകർക്ക് പേടിയാണ്. കുട്ടികൾക്കുള്ള അതിക്രമം എന്ന് പറയുമ്പോ അവിടെ ഏത് തരത്തിലും ഒരായുധമായോ ഏത് തരത്തിലുള്ള ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചില നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പല ടീച്ചേഴ്സും ചോക്കടിച്ചെറിയുക, കുട്ടികളെ വഴി കൊണ്ടടിക്കുക, അല്ലെങ്കിൽ ഡ്രസ് എടുത്തെറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ അധ്യാപകൻ ചൂടിൽ പഠിക്കാണ് അടിച്ചത്. പക്ഷെ ഒരു വ്യക്തി 2 പേര് വഴക്ക് കൂടുമ്പോ ആയുധം വെച്ചാൽ അത് വടിയാകാം, കല്ലാകാം, മരക്കട്ടയാകാം, ഈവൻ പല്ലുവരെയാകാം. അങ്ങനെ അവർക്ക് IPC 324 വകുപ്പുണ്ട്. ഈ വകുപ്പും ജൂനിയർ ജസ്റ്റിസിന്റെ ഒരു വകുപ്പും ചേർത്ത് ഈ അധ്യാപകനെതിരെ ചൂടൽ വഴക്കം അടിച്ചു എന്നതിൽ ക്രിമിനൽ കേസുണ്ട്. മനഃപൂർവ്വം ഈ അധ്യാപകൻ ഈ കുട്ടിയെ ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ ദേഹോദ്രം ഏൽപ്പിച്ചു എന്നായിരുന്നു കേസ്. മാതാപിതാക്കള് സാക്ഷികളായി, ഡോക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി. അവന്റെ 3 അടി 2 തുടങ്ങിയുമായിട്ട് 2 ഭാഗത്തായിട്ട് അടിച്ചതിന്റെ പാടുകളാണ്. അപ്പൊ ആ പാടിന്റെ അത് ക്രിമിനൽ കുറ്റത്തിനുള്ള കേസാണ്. ആ അധ്യാപകൻ 4 വർഷമായി ഒരു പ്രതിയായി ഞങ്ങളുടെ കോടതി കയറി ഇറങ്ങി. ഈ കുട്ടി കോടതി വന്ന് പറഞ്ഞു എന്നെ അധ്യാപകൻ മനഃപൂർവ്വം ഞാൻ ഗ്രൗണ്ടിൽ വെറുതെ നിന്ന് എന്നെ അദ്ദേഹത്തെ ചൂടൽ വടി വെച്ച് 6 അടി അടിച്ചു. ഇപ്പൊ ഒരേ സത്യത്തിൽ 3 അടി 2 തുടങ്ങിയെത്തി കൊണ്ടപ്പോ 6 അടി അടിച്ചു. കൂടെ കണ്ടുനിന്നു എന്ന് പറഞ്ഞ് സാക്ഷികളായ കുട്ടികൾ കോടതി എത്തിപ്പെടുത്താനും അത് പൂർണ്ണമായി ഞങ്ങൾ സംഭവം കണ്ടില്ലായിരുന്നു. പക്ഷെ മാതാപിതാക്കൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡോക്ടർ വന്ന് മൊഴി പറഞ്ഞു 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റം. ഈ സമയത്താണ് ഞാൻ ആ കോടതിയിലേക്ക് എത്തുന്നത്. അധ്യാപകനെതിരെ മൊഴി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കോടതിയിൽ എത്തുന്നു. ഞാൻ ഈ കെട്ട് തുറന്നു. ഈ കെട്ട് വായിക്കുമ്പോ എനിക്ക്
എന്റെ അധ്യാപകരെയാണ് ഓർമ്മ വന്നത്. എത്രയോ അടികൊണ്ട് എത്രയോ കുട്ടികളെ തല്ലുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എന്റെ സഹോദരങ്ങൾക്കടക്കം അടി കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഒരു കുട്ടിയും നശിച്ചു പോകാനായിട്ട് എന്റെ മനസ്സിലൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നിയമത്തിന്റെ മുന്നിൽ ഈ അധ്യാപകൻ എല്ലാ കുട്ടി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു കുറ്റം ചെയ്തതുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് ഓഫീസേഴ്സിന് നമുക്ക് നല്ല നടപ്പിൽ അധ്യാപകരെ കേട്ടുണ്ടാവും, നല്ല നടപ്പിൽ ശിക്ഷിക്കുക എന്നുള്ളൊരു കാര്യം. അതിനുവേണ്ടി അതിനെ കുറിച്ച് റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യണം. ഞാൻ പോലീസിനെ ഉപയോഗിച്ച് പ്രൊബേഷൻ ഓഫീസറെ ഉപയോഗിച്ച് ഞാൻ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്തു. ഒരു അധ്യാപകരുടെ മകനായ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അധ്യാപിക, ഒരു പള്ളിയിലെ ഏറ്റവും നല്ല അവിടെ മതാധ്യാപകനാണ്. ആ നാട്ടിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. എല്ലാ അർത്ഥത്തിലും ആ കുടുംബം ആ നാട്ടിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ നിയമപ്രകാരം അദ്ദേഹത്തിന് ഞാൻ ആ കേസിൽ ശിക്ഷിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് ജോലി പോയി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിച്ചു. എന്റെ മാനസികമായി ഒരു കൊലക്കേസ് കേസ് കൈകാര്യം ചെയ്തതിനെ കൂടുതൽ എന്നെ വേദനിപ്പിച്ച കേസാണ്. ഞാൻ നിയമങ്ങളെ ഓരോതാക്കി ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് പല ബുക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കേസിന്റെ വീതി കെട്ടി കൽക്കട്ട ഹൈക്കോടതി ഇതുപോലെ ഒരു കേസ് മതാധ്യാപകന്റെ കേസാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്തതിനകത്ത് ഹൈക്കോടതി അധ്യാപകൻ അനുകൂലമായി കൊണ്ടുണ്ടായിരുന്ന ഒരു വിധി ഞാൻ അത് ബുക്കുകൾ വെച്ച് ഞാൻ ഈ നിയമം ഞാൻ ഇടപെട്ട് ചെയ്തു. ഈ അധ്യാപകൻ ആ കുട്ടിയെ ഉപദ്രവിക്കണം, നമ്മൾ ആ വാക്ക് വരണം, ഇവനെ ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഉപദ്രവിച്ചു എന്നാണ് പോലീസ് കേസ് അവൻ അതാണ് കൊണ്ടുവന്നത്. പക്ഷെ ആ കുട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് അവൻ നല്ലത് പറയാനാണ് അധ്യാപകൻ ശിക്ഷിച്ചത് എന്ന് വന്നാൽ ആ ഉണ്ടാകാവുന്ന ഒരു ബെനിഫിറ്റ് ഞാൻ ആ അധ്യാപകനെ ഇറക്കിക്കൊണ്ട് അധ്യാപകനെ കണ്ടു. എന്റെ മുന്നിൽ നിന്ന് തൊഴുവയ്യാളെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ തൊഴുത് ഇറങ്ങിപ്പോയി. എന്റെ ജീവിതത്തിൽ ഇന്നും മറക്കാനാവാത്ത ഒരു അനുഭവം അത് തന്നെയാണ്. ഞാൻ എന്റെ ഒരുപാട് ഒരു കുട്ടിയെ കസ്റ്റോടെ കണ്ടുപോയ ടീച്ചറിന്റെ കോടതിയുണ്ട്. ഞാൻ ഇതിൽ പറയാനുണ്ടായ കാര്യം, ഈ കേസ് കൊടുത്തത് ഇതുപോലെ നമ്മളെ ഒരു അച്ഛനാണ്. പണ്ട് സ്കൂളിൽ എത്തിയോ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അടി വാങ്ങുമ്പോ നിങ്ങൾ എത്ര മാതാപിതാക്കൾ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടാവും? അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ കൊടുക്കാതിരുന്നതുകൊണ്ട് നിങ്ങളായിരിക്കും നശിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് ആ ഒരു തലമുറയും ഇന്നത്തെ ഒരു തലമുറയും തമ്മിലുള്ള എത്രയോ കേസുകൾ എനിക്ക് വളരെ അന്നത്തെ കുട്ടികളെ അന്നത്തെ പേരൻസിന്റെയും ഇന്നത്തെ പേരൻസിന്റെയും ഇന്ന് ആ കുട്ടികൾക്ക് അവരുടെ പല ടീച്ചേഴ്സും ആ വിഷമം തന്നെ വായിപ്പോ ടീച്ചർമാർക്ക് അനുഭവമില്ല. ഒരു കുട്ടിയെ അവർക്ക് വഴക്ക് പറയാനുള്ള സ്കൂൾ നന്നായിട്ടില്ല, പിള്ളേർ പഠിപ്പിക്കുന്നില്ല, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ട്. പണ്ട് നമ്മളെ എത്ര ഉപയോഗിച്ചാലും അടി വന്നാൽ നമുക്ക് വീട്ടിൽ ചെന്ന് പറയാൻ പേടിയാണ്. കാരണം എന്തുകൊണ്ട് എന്ന് വീട്ടിൽ ചോദിക്കും. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റ് നമ്മുടെ വീട്ടിലറിയും, നമ്മളത് മിണ്ടാതിരിക്കും. അപ്പൊ അധ്യാപകന്റെ കയ്യിൽ നിന്ന് കിട്ടും, വീട്ടിൽ നിന്ന് കിട്ടും എന്നുള്ളത് നമ്മൾ ഒതുക്കി വെക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ടീച്ചർ പറയുന്നതിന്റെ സാറ് ചെയ്യുന്നതിന്റെ 3 ഇരട്ടി വീട്ടിൽ ചെന്ന് പറയും. വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ എന്റെ കുഞ്ഞിനെ ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ, അവരെ വളർത്തിയെടുക്കുന്ന കുട്ടികളെ ആ രീതിയിൽ അത് അധ്യാപകരാണ് കുട്ടികൾ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്ന് വരുത്താതെ ഉടൻ പോലീസിലായി കേസായി അധ്യാപകരെ എങ്ങനെയും ശിക്ഷിക്കണം എന്നൊരു വാശിയായി. ഇത് വരുമ്പോൾ ആ അധ്യാപകന്റെ ഒരു ഏറ്റവും വലിയ ആഘാതമായ ഒരു പഠിപ്പിക്കാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധൈര്യമാണ് ചോർന്നു പോകുന്നത്. എത്രയോ ആളുകൾ ചിന്തിക്കും, ഞാൻ എന്തിനു പഠിപ്പിക്കണം, ഞാൻ എന്തിനു റിസ്ക് എടുക്കണം, ആവശ്യം നിങ്ങൾ എന്നും പോകുന്നു, അവരെ പഠിച്ചാൽ പഠിക്കട്ടെ എന്ന് പറയുന്ന അധ്യാപകരെ ഒരുപാട് കണ്ടു. അത് നമ്മൾ അധ്യാപകരെ മാത്രമല്ല ആ കാര്യത്തിൽ കുറ്റം പറയേണ്ടത്. ഏത് സ്ഥലത്തും എപ്പോഴും കേൾക്കാം അന്നത്തെ അധ്യാപകരുടെ ഇന്നത്തെ ശരിയാണ്, അന്നത്തെ സിൻസിയറിറ്റി ഉണ്ടാവില്ല. എന്തുകൊണ്ട് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മളിൽ ഓരോ മാതാപിതാക്കളും ചിന്തിക്കുക, നമ്മുടെ കുട്ടികളെ വരുമ്പോൾ നമ്മളോട് അധ്യാപകർ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചിരുന്ന ആറ്റിറ്റ്യൂഡാണോ നമ്മുടെ മക്കള് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു അന്ന് സ്വയമായി ഇത്തരം തെറ്റുകളിലൂടെ വന്നതുകൊണ്ടാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കിന്ന് നിൽക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ ആവശ്യമില്ലാത്തതിനും ഉള്ളതിനുമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ എല്ലാ തെറ്റിനെയും ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് ആ കുട്ടികൾ അവിടെ എത്തി നിൽക്കുന്നു. അങ്ങനെ ചിന്തിക്കാനാണ് ഇത് എന്റെ ടീച്ചറിന് പോകാനുള്ള സമയം അടുക്കടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയാതെ ഇതൊരു മീറ്റിംഗിലാണെങ്കിലും ഞാൻ പറയാൻ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഈ പറഞ്ഞതുപോലെ ഇവിടെ പറയാമായിരുന്ന ഇതല്ലാതെ നിങ്ങളോട് മറ്റു കാര്യങ്ങൾ പറയാനില്ല. അത് അധ്യാപകർ എന്ന രീതിയിലല്ല, ഞാനൊരു മാതാപിതാക്കൾ എന്ന രീതിയിൽ പറയുകയാണ്. നമ്മള് കടന്നു വന്ന ഒരു സ്കൂൾ കാലമുണ്ട്, അത് ഓർക്കുക മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി. നമ്മളുടെ തലമുറയിലേക്ക് നമ്മൾ എങ്ങനെയായിരുന്നു, നമുക്ക് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത്, നമ്മുടെ അധ്യാപകർ നല്ലതായിരിക്കാൻ, നമ്മുടെ സ്കൂൾ നല്ലതാവാൻ, നമ്മുടെ കുട്ടികൾ നല്ലതാവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, നമ്മൾ നല്ല മാതാപിതാക്കളാണോ,
നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ അന്ന് പറഞ്ഞു അവർക്ക് വിദ്യാഭ്യാസമില്ല, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർ ഒരിക്കൽ പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്ര തെറ്റ് ചെയ്താലും നിങ്ങളുടെ അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നത്? നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അവരെ എന്തിനും ഏതിനും അധ്യാപകർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതാണ് നമ്മുടെ രീതി. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവരെ അന്വേഷിക്കുന്നുണ്ടോ, നമ്മൾ എന്ത് കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നുണ്ടോ? അപ്പൊ മാറേണ്ടത് അധ്യാപകർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മാറണം. ആ മാറുമ്പോൾ മാത്രമേ നമ്മുടെ മക്കൾക്കും പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് അതുണ്ടാകണം. ഇല്ലെങ്കിൽ ഇപ്പൊ പോക്സോ പോലെയുള്ള ഏറ്റവും ചെറിയ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന കുട്ടികളുടെ അതിക്രമ കേസുകളാണ്. ഞാൻ ചെറിയൊരു കാര്യങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ പറയുകയാണ്. അധ്യാപകർക്ക് പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ്, നമ്മുടെ സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്, അതിക്രമങ്ങൾ നടക്കുന്നു. നമ്മുടെ സ്വന്തം വീടുകളിൽ നടക്കുന്ന പീഡന ശ്രമങ്ങൾ അത് നമ്മളറിയുന്നില്ല, മാതാപിതാക്കൾ അറിയില്ല. അറിയുന്നത് എനിക്ക് തോന്നുന്നു സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ്. ആ ടീച്ചേഴ്സിന് പോലും അത് പറയുമ്പോൾ അവരെ പല രീതിയിൽ കുറ്റപ്പെടുത്തുന്ന എത്രയോ സന്ദർഭങ്ങൾ. പിന്നെ അവർ പറഞ്ഞ കോടതി എത്തുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ, ഇതൊക്കെ അധ്യാപകരെ ഇതിൽ നിന്ന് മാറ്റുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഇതുപോലുള്ള നമ്മൾ ഈ ഒരു മീറ്റിംഗ് നമ്മൾ മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ അറിയുന്ന ഓരോ മീറ്റിങ്ങുകളിലും നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചു വരുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസസ് ഇന്ന് ഈ ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 28 പോക്സോ കോടതികൾ വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. അത് തിരുവനന്തപുരത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ അഡീഷണൽ ആയിട്ട് ഞാൻ ഇപ്പോ ഒരു പോക്സോ കോടതിയേ ഉള്ളൂ. ഇപ്പോ ധാരാളം ഓരോ താലൂക്കിലും പോക്സോ കോടതികൾ വെച്ചു. അത്രയ്ക്ക് പീഡനങ്ങൾ വരികയാണ്. ലൈംഗിക പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഇത്തരമുള്ള പീഡനങ്ങളും സ്കൂളിൽ വരുന്നുണ്ട്. ആ പീഡനങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ വന്നു പോകുന്നു. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് അന്വേഷിക്കാൻ ഇതാണ് ഇപ്പോഴും എനിക്കൊന്ന് ടീച്ചറിന്റെ അത്ര കഥകൾ പറയാനുണ്ടാവാം. പക്ഷെ അത് പറയാൻ അവർക്ക് ചോദിക്കാൻ ഒരു കുട്ടിയും ഒരു ആൺകുട്ടിയും നടന്നു. നമ്മൾ പണ്ടൊക്കെ നമ്മളും അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു തരത്തിലുള്ള കുട്ടികളല്ല, ആ രീതിയിലുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. അത് അധ്യാപകർ റിപ്പോർട്ട് ചെയ്താൽ നമ്മുടെ മാതാപിതാക്കൾ എടുത്ത സെൻസിലല്ല നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും പല ടീച്ചേഴ്സിനൊക്കെ ഞാൻ എന്റെ സ്കൂളിലെ സ്ഥിരം സാക്ഷികളാണ് സ്കൂളിലെ അധ്യാപകർ. അവരനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും ഞാൻ കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ പറയാൻ കഴിയുന്നത്. മാതാപിതാക്കൾ അവരെ കുറ്റപ്പെടുന്നു, റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലീസ് അവർക്കൊക്കെ കേസെടുക്കുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടാനായിട്ട് എത്രയോ സ്കൂളിലെ കുട്ടികൾ മക്കൾ പ്രസവിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്താണ് മക്കളുടെ പീഡനങ്ങൾ അറിയുന്നത്. പക്ഷെ ആ സമയത്ത് പോലും കുറ്റപ്പെടുത്തുന്നത് ടീച്ചേഴ്സിനെയാണ്. സ്വന്തം അങ്ങനെയുള്ള അതൊക്കെ ഒരുപാട് അതുപോലുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ നമ്മള് ടീച്ചേഴ്സിനോടൊപ്പം നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ എടുക്കുമ്പോൾ അത് എത്രത്തോളം ശരിയാണോ നല്ല അർത്ഥത്തിലെടുത്ത് അവരോടൊപ്പം നിന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയെ ഏത് സ്കൂളിലായാലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ വരുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു കൂട്ടായ്മ ഓർമ്മിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു സർക്കാരുകൾക്കൊക്കെ സഹായിക്കുന്നതിനോടൊപ്പം ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ സ്കൂളിലുള്ള ഏത് കാര്യങ്ങൾക്കും നമ്മുടെ ഒരു കാലം നമ്മളോടൊപ്പം ഉണ്ടാവണം. അവരെ അധ്യാപകരെ സഹായിച്ച് ഈ ഒരു തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് തരത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും, എന്തൊക്കെ ഹെൽപ്പാണ് ഒരു അനുഭവസ്ഥരായ മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് അധ്യാപകർക്കും കുട്ടികൾക്കും കൊടുക്കാൻ കഴിയുക. പല സ്കൂളുകളിലും കൗൺസിലിങ്ങുകളൊക്കെ നടത്തണം. അത്തരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്തരം മീറ്റിംഗ്സ് ഒക്കെ എടുക്കുമ്പോൾ ആ കുട്ടികളെ കൂടെ പരിഗണിച്ചെടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഈ ഓർമ്മച്ചപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എനിക്ക് കുറച്ച് വീട് കൂടുതലുള്ളതാണ് ഞാൻ ആവേശത്തിന് പറഞ്ഞു പോകുമ്പോ പിന്നെ എനിക്ക് ഉള്ളിലെ ടീച്ചറിന് പോകണം എന്നുള്ളൊരു ഇതുകൊണ്ടതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എന്റെ പ്രസംഗം നീണ്ടുപോയെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഫോർമലായി ഞാൻ ഈ ഓർമ്മച്ചെപ്പ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Okay.
പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സ്കൂളിലെ ഗസ്റ്റേഴ്സ് നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ പറയുന്നതിന് വേണ്ടിയിട്ട് നിയമോപകരണം ചെയ്തു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടരെ, ഈ ഒരു ഓർമ്മച്ചെപ്പ് അല്ലെ നിങ്ങൾക്ക് എന്നും ഓർത്തിരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി ഏപ്രിൽ 11-ാം തീയതിയാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. ബാബു കാവാലിപ്പടൻ സാർ വന്നു, എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഒരു ഇതനുസരിച്ച് കത്ത് എനിക്ക് തരുന്നു. PTA എക്സിക്യൂട്ടീവില് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് അനുവാദം കൊടുക്കുന്നത്. ഇതിനു മുൻപല്ല അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അതനുസരിച്ച് ഞാൻ PTA പ്രസിഡന്റ് ഷാജിയോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ പരീക്ഷ നടക്കുന്ന സമയമല്ലേ, അപ്പൊ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ പിരിക്കാല്ലേ. അത് ഞാൻ ആദ്യമേ തന്നെ ബാബു സാറിനോട് പറഞ്ഞിരുന്നു. മിക്കവാറും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം കൂടിയാണ്. അത് കഴിഞ്ഞപ്പോഴും അവർക്ക് സ്കൂളിൽ തന്നെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 84-ൽ SSLC എഴുതിയ ആളാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ എല്ലാ വർഷവും കൂട്ടായ്മ നടത്തുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്കമാലി ഹോട്ടൽ രുക്മിണിയുടെ ഒരു ഹാളിൽ വെച്ചാണ് നടത്താറ്. സ്കൂളിന്റെ അകത്തേക്ക് ഞങ്ങളന്ന് 154 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ കുറെ കൂടി പേര് വന്നതിന് ശേഷം സ്കൂളിൽ പോയി നടത്താനുള്ള അത് വാട്സപ്പ് കൂട്ടായ്മ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നീട് പ്രിൻസിപ്പളായിട്ട് ഷാജി ആലോചിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പ്രശ്നം. പിന്നീടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളിൽ വെക്കുന്നില്ല, അതാ ദിവസം രാവിലെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏകദേശം ഞാൻ കൊടുക്കാം. അപ്പൊ എന്റെ ഷാജി വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ പലരും വിളിക്കുന്നുണ്ട്, എന്തായാലും കൊടുത്തോളൂ, കൊടുക്കാൻ നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ഏപ്രിൽ 10-ാം തീയതിയും 17-ാം തീയതിയും നടക്കുന്ന PSC പരീക്ഷ ഏപ്രിൽ 11-ലേക്കും 18-ലേക്കും മാറ്റിയതായിട്ടുള്ള വാർത്ത വന്നു. അപ്പൊ നമ്മുടെ ഇവിടെ പരീക്ഷ നടത്തുന്നതിനുള്ള വില്ലിങ്നെസ് ഞാൻ കൊടുത്തിരുന്നതാണ്. അപ്പൊ പരീക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് PSC ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ അവര് ലിസ്റ്റ് ആയിട്ടില്ല, തിരുവനന്തപുരത്ത് നിന്ന് വന്നാലേ ഉള്ളൂ. അങ്ങനെ എന്തായിരുന്നാലും വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പല പ്രാവശ്യം വിളിച്ച് ചോദിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം PTA പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രിൻസിപ്പൽ ടീച്ചറിനോട് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു പരിപാടി ഒരു വളരെ ഭാഗ്യവശാൽ, അതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ആ പരീക്ഷ കയറി വന്നിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇന്ന് ഇവിടെ വരാൻ കഴിയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങളുടെ ആ മനോഭാവം പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് ഈ ഒരു സുദിനം ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഇന്ന് എന്നോട് പങ്കെടുക്കാൻ പറഞ്ഞു. എന്റെ ചേച്ചിയുടെ മകന്റെ കല്യാണം ഇപ്പോൾ ഇളവൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോകേണ്ട ഞാനാണ് ഇപ്പൊ നിങ്ങളോടൊപ്പം. കാരണം എന്നേലും 2 വർഷം മാത്രം താഴേക്ക് SSLC എഴുതിയ എല്ലാവരും ഹാഫ് സെഞ്ചുറിയൊക്കെ അടിച്ച് കുട്ടപ്പന്മാരും ഒക്കെ ആയിട്ടല്ലേ ഇരിക്കുന്ന നിങ്ങളെ ഒന്ന് കണ്ടിട്ട് തന്നെ പോവാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ എന്തായാലും ഇതിലേക്ക് വന്നത്, പങ്കെടുക്കാനായിട്ട് വന്നത്. അപ്പൊ ഇതിനു മുൻപും 95-ഉം 96-ഉം 2 ബാച്ചുകാർ ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മെയിൻ ഹാൾ ഉപയോഗിച്ചുകൊണ്ട് പരിപാടി നടത്തിയത്. അപ്പൊ ഇങ്ങനെ കുറച്ച് പേരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചെറിയ റൂമിൽ തന്നെ നിങ്ങൾക്ക് ഒത്തുചേരാനും സാമൂഹിക അകലം പാലിച്ച് മറ്റു വേറൊരു പ്രശ്നങ്ങളും നമ്മുടെ സ്കൂളിലേക്ക് ഉണ്ടാവാത്ത രീതിയിൽ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് നടത്തണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വന്നു. വളരെ സന്തോഷം എല്ലാവരെയും കണ്ടപ്പോൾ. ഇതിൽ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആരെയും തന്നെ വലിയ പരിചയമൊന്നുമില്ല. ആ പരിചയം ഉണ്ടായ ജയാണ് ഇടയ്ക്ക് വന്നിരുന്ന അവിടുന്ന് അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തത്. വലിയ പരിചയമൊന്നുമില്ല. കാരണം ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടപ്പോൾ 3.5 വർഷമായി ഇവിടേക്ക് HM-ആയിട്ട് വന്നത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഈ ജില്ലയിലേക്ക് വന്നത്. എന്റെ വീട് പക്ഷെ ഇവിടെ അങ്കമാലി അടുത്ത് കിടങ്ങൂരാണ്. കിടങ്ങൂര് സെന്റ് ജോസഫ് സ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്നു. അപ്പൊ ഇന്നിപ്പോ കല്യാണം നടക്കുന്ന ചേച്ചിയുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചപ്പോൾ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കി 2 വീലറിൽ കൊണ്ടുവന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പണ്ടൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചൊന്നും നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഈ റോഡ് തിങ്ങി നിറഞ്ഞ് കുട്ടികൾ ഈ സ്കൂളിലേക്ക് വന്ന ഒരു കാലമായിരുന്നു അന്ന്. അപ്പൊ നമ്മുടെ സ്വാഗതം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സ്കൂളുകളുടെ എണ്ണം കൂടി, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കടന്നുവരവുണ്ടായി. അതിന്റെയൊക്കെ ഒരു അസ്പെക്റ്റായിട്ട് നമുക്ക് ഇന്നിവിടെ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമമാണ് ഞങ്ങൾ PTA-യും OSA-യും ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് ഇപ്പോൾ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും അതിന്റെ തലേ വർഷമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു മോശമല്ലാത്ത അഡ്മിഷൻ നമുക്ക് ലഭിച്ചു. ഈ വർഷവും അതേപോലെ തന്നെ കിട്ടുമെന്നൊക്കെയാണ് ഞങ്ങൾ
പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരും അതിലേക്ക് മറ്റുള്ളവരോടൊക്കെ പറയുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ തരുണത്തിൽ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ ജില്ലാ ജഡ്ജ് പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എനിക്കറിയാം ആ സാറിനെ. അതുപോലെ തന്നെ വേറൊരു കായിക അധ്യാപകന് ഇപ്പോൾ പോക്സോ കേസിൽ തിരുവനന്തപുരം ജില്ലയിൽ അറസ്റ്റിലായി നിൽപ്പുണ്ട്. എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. പക്ഷേ സാറിന് 3 മാസത്തോളം ജയിലിൽ കിടന്നു. കോവിഡിന്റെ വലിയ ഇത് വന്നതിന് ശേഷമാണ് ജസ്റ്റിസ് സാറിന് റിലീസ് ചെയ്തിട്ടുണ്ട്. കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രശ്നത്തില് സാറിനെ ബലിയാടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേ സമാനമായ അപ്പൊ അത് സാറിനോടുള്ള ഒരു പുരുഷാധ്യാപകനായതുകൊണ്ടും സാറത് കുറച്ചും കൂടി ഒരു പബ്ലിസിറ്റി പോയതുകൊണ്ടാണ് സാറിന് ഒരു പക്ഷെ അങ്ങനെ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നത്. എങ്കിൽ പോലും നമ്മൾക്കറിയാം, നമ്മളൊക്കെ എത്ര അടിച്ചാലും ഷാജിയൊക്കെ എപ്പോഴും പറയാറുണ്ട് ഇവിടെ വരുമ്പോഴത്തേനും. ഞാൻ വരുമ്പോൾ ബാബു കാവാലിപ്പനൻ സാറാണ് ഇവിടുത്തെ PTA പ്രസിഡന്റ്, ഷാജി മെമ്പർ ആയിരുന്നു. ഞാനും ഷാജി ഒരേ പ്രായക്കാരാണ്, അതുകൊണ്ടാണ് പേര് തന്നെ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും വരുമ്പോൾ തന്നെ ഇവിടുത്തെ ആ ഒരു അച്ചടക്കത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു. നമ്മളൊക്കെ വളരെ, ഞാൻ വന്ന തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് 2017 ഞാൻ ഇങ്ങോട്ടേക്ക് എച്ചമായിട്ട് വരുന്നതിന് 2 മാസം മുമ്പ് ജൂലൈ മാസത്തില് ഇതേപോലെ കുറച്ച് പെൺകുട്ടികൾ, മാഡത്തിന് അറിയാം, അവിടുത്തെ ചെങ്കൽ ചൂളൊക്കെ നല്ല പ്രസിദ്ധമാണ്. അവിടെ നിന്ന് വരുന്ന കുട്ടികൾ. അപ്പൊ ഇവര് ടൈമില് ക്ലാസ്സിൽ കയറില്ല. അപ്പൊ ഞാൻ 5ാമത്തെ പീരീഡ് പഠിക്കാൻ ചെല്ലുമ്പോൾ ഈ 3-4 കുട്ടികൾ എന്ത് ക്ലാസ്സിലില്ല. പിന്നെ ആ കുട്ടികളെ വിട്ട് അന്വേഷിപ്പിച്ചപ്പോൾ അത് വലിയ ഒരു ഏരിയ ഉള്ള സ്കൂളാണ്. അവിടെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയും മാറിയപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടികളെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എത്ര ആയിട്ടും ഇവര് ക്ലാസ്സിൽ വരുന്നില്ല, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ, ഇത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു. അതിലൊരു കൊച്ചു എന്നെ ചൂണ്ടിട്ട് പറഞ്ഞു, ടീച്ചർ കൂടുതൽ വഴക്കൊന്നും പറയണ്ട, ഞങ്ങളുടെ അടുത്ത് കൂടുതൽ കളിച്ചാൽ വീട്ടിൽ പോയിരിക്കേണ്ടത് പറഞ്ഞ കാര്യമാണ് മാഡം പറഞ്ഞതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊള്ളാലോ, എന്ന നിനക്ക് 2 തന്നിട്ട് തന്നെ കാര്യം. നേരെ ഞാൻ തൊട്ടപ്പുറത്ത് പ്രിൻസിപ്പലിന്റെ റൂമാണ്, 3 HM ഉണ്ട് അവിടെ. ആ HMന്റെ റൂമിൽ പോയിട്ട് ഒരു ചൂരൽ വടി എടുത്തിട്ട് വന്നു. അപ്പൊ എന്നോട് HM പറഞ്ഞു, വടിയൊക്കെ ഞാൻ തരാം, ടീച്ചറിന് ധൈര്യം ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു നോക്കട്ടെ, എന്താ വന്നത് വെച്ചാൽ വന്നോട്ട് വെച്ച് കാണാം. എന്നെ അങ്ങനെ വെല്ലുവിളിച്ചാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് കൈ നീട്ടി ആ 3 നടത്തി ഈ 2 കുട്ടികളൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അടിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ പേരിൽ എന്ത് കേസ് കൊടുത്താൽ എന്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ പോയിരിക്കണമെന്നാണ്, ഞാൻ വീട്ടിൽ പോയിരിക്കും, പക്ഷെ നിങ്ങൾ സമയത്ത് ക്ലാസ്സിൽ കയറ്റിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അടിയോ കൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വാണിയും ബെല്ല് അടിക്കുന്നതിന് മുമ്പ് കുട്ടികൾ ക്ലാസ്സിലെത്തിയിരുന്നു. കാരണം 5ാമത്തെ പീരീഡ് ഇന്നും എന്റെയാണ്. അപ്പൊ അതുകൊണ്ട് അവർ വരും. പക്ഷെ എല്ലാവർക്കും ആ ധൈര്യമില്ല. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ട്. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് പല അധ്യാപകരും പറയുന്ന ഒരു കാര്യമാണ്, വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ PSC ഒക്കെ എഴുതി ജോലി കിട്ടിയത്. ഇനി കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ജോലി നഷ്ടപ്പെടാൻ പറ്റില്ല. കാരണം വീട്ടിൽ നിന്നും ഞാനിവിടെ വന്നതിന് ശേഷവും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. പക്ഷെ രക്ഷകർത്താക്കൾ വരുമ്പോൾ തന്നെ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കും, എന്നതാണ് കാര്യം, നിങ്ങൾ പഠിച്ച കാലത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് സ്കൂളിൽ വെച്ച് അടി കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? അപ്പോൾ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത്? അതുപോലെയാണോ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന ഈ മകൻ നിങ്ങളോട് പെരുമാറുന്നത്? അല്ല ടീച്ചറെ, അത് ഒരു വക പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? പണ്ട് പറയും അടയ്ക്കയാണെങ്കിലും മടിയിൽ വെക്കാം, അടയ്ക്കാമരമായാലും വെക്കാൻ പറ്റില്ലാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കൊടുക്കേണ്ട അവർക്ക് മാതൃകയായിരിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് നിങ്ങൾ നൽകുന്നില്ല? അപ്പൊ നമ്മൾക്കാണ് പരാജയം. ആ പരാജയം നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളിലേക്ക് കൊടുത്ത് വീണ്ടും അത് അവര് കേട്ട് വീണ്ടും വളർന്നു വരുമ്പോൾ ഇവരുടെ അടുത്ത തലമുറ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ നമ്മൾ അവരോട് ഒരു കൺവിൻസ് നമുക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവൻ വീട്ടിൽ നിന്ന് വലിയ കാര്യം, എന്തിനാണ് ടീച്ചർ അങ്ങനെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, മുടി ഇങ്ങനെ വെട്ടി വന്നിരുന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു വന്ന രക്ഷകർത്താവ് വളരെ സൗമ്യമായിട്ട്, ടീച്ചറെ കുഴപ്പമില്ല, ഞാനിങ്ങനെ കൊണ്ടുപോയിക്കോളാം, അവന്റെ ചെവിയുടെ 2 വശത്തുള്ള മുടി മുകളിലിരിക്കുന്ന മുടിയുടെ ഏകദേശം വലിപ്പമാകുമ്പോഴേ ഞാൻ ഇനി അവനെ സ്കൂളിൽ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടുപോയി. പിന്നെ നല്ല കുട്ടിയായിട്ട് വന്നവന് അവിടെ പിന്നീട് ഈ കുട്ടിയെ കാണുമ്പോഴും ഇപ്പൊ അന്ന് അവൻ എന്നോട് പറയാണ്, പോണ സമയത്ത് പറയാണ്, ടീച്ചറോട് കാര്യം ആലോചിച്ചു, ടീച്ചർ കരയാമ്പറമ്പത്തല്ലേ താമസിക്കുന്നത്, എന്റെ വീട് കരയാമ്പറമ്പത്താണ്, ഞാൻ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനായില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനൊരു ഓട്ടോറിക്ഷയെങ്കിലും ഓടിക്കും,
അന്നേരം എനിക്ക് ടീച്ചർ അംഗന്മാരിൽ എവിടെയെങ്കിലും ബസ് കാത്ത് നിൽക്കുമ്പോ എന്റെ ഓട്ടോ അതിനെ കൊണ്ട് ഞാൻ കേട്ടില്ല. ഇപ്പൊ അവനൊരു 1.5 ലക്ഷം രൂപയുടെ ബൈക്കൊക്കെ മേടിച്ച് നല്ല മെഡിക്കലായിട്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവൻ ബൈക്കൊക്കെ മേടിച്ച് നടക്കാണ്. അപ്പൊ അന്ന് അവന് ഇന്നാൾ കണ്ടപ്പോ പറയാണ്, നിങ്ങൾ കുറെ പാഠം പഠിപ്പിച്ചല്ലേ ഇങ്ങോട്ട് വിട്ടത്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ നല്ല കുട്ടിയാണ് ടീച്ചർ. അപ്പൊ ആ ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് പകർന്നു നൽകാനായിട്ട് നമുക്ക് കഴിയണം. മാഡം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്നൊക്കെ അവിടെ തന്നെ നെടുമങ്ങാട് ദർശന സ്കൂളില് ഒരു കുട്ടി കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാം മുടി ഇങ്ങനെ വളർത്തി വളർത്തി താഴേക്ക് കുറെ നീട്ടും. അപ്പൊ ക്ലാസ്സില് 9ാം ക്ലാസ്സുകാരനാണ്, എന്റെ മോന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവന്റെ മുടി ഇങ്ങനെ നീട്ടിയിട്ട് എന്നും വഴക്ക് പറയും. എന്നിട്ട് ഒരു ദിവസം ടീച്ചറിന് ദേഷ്യം വന്നിട്ട് കുറെ ദിവസം പാരന്റ്സിനെ വിളിച്ചു വന്നിട്ട് വെട്ടിയില്ല. ടീച്ചർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീണ്ടു നിൽക്കുന്ന അത്രയും പോർഷൻ മാത്രമാണ് വെട്ടിക്കളഞ്ഞു. ഇവൻ നേരെ പോയി നെടുമങ്ങാട് ബാർബർ ഷോപ്പിൽ പോയിട്ട് പല സ്ഥലത്തുമായിട്ട് ആ മുടി കണ്ടങ്ങോട്ട് വെട്ടി നേരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ടീച്ചർ എന്റെ കുട്ടിയെ കണ്ടോ ഇങ്ങനെ വെട്ടിയിരിക്കാൻ. പിറ്റേ ദിവസം ഫോട്ടോ അടക്കം പത്രത്തില് വാർത്ത വന്ന കാര്യമാണ്. ടീച്ചറിനെ അത് പിന്നെ ഒരു മാനേജ്മെന്റ് സ്കൂളായിരുന്നു, ടീച്ചറിനെ അൺഎയ്ഡഡ് ആയിരുന്നു. ടീച്ചറിനെ പിന്നെ ജോലിയിൽ നിന്ന് അവർ സ്കൂളുകാർ പിരിച്ചുവിടുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ടായി. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ആ വീട്ടുകാര് അതിന്റെ സത്യാവസ്ഥ പോലും അന്വേഷിച്ച് അറിയുന്നില്ല. പക്ഷെ ക്ലാസ്സിൽ ചെന്ന് ചോദിച്ചിരുന്നെങ്കിലോ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചിട്ട് ടീച്ചർ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായില്ല. അപ്പൊ അത്ര വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ പരിപ്പൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ ഞാനുൾപ്പെടെ നമ്മുടെ മക്കളുടെ ഒരു കാലഘട്ടം വരുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരെ എങ്ങനെ ആയിത്തീരും എന്നുള്ളത് വലിയ ആശങ്കയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്തായിരുന്നാലും ആ ഒരു പഴയ കാലത്തെ ഓർമ്മകൾ നിങ്ങൾ ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങളൊക്കെ ഔപചാരികമായ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഓരോ കാര്യങ്ങൾ ആ 86-ലെ ബാച്ച് അല്ല 96-ലെ ബാച്ച് കൂടിയ സമയത്ത് പറഞ്ഞത് എന്താണ്, ഒരു പാത്തുമ്മ ടീച്ചറോ ഫിസിക്സ് എങ്ങാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ടീച്ചർ എന്നും സെന്റ് ബേസിൽ ബസ്സിലാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ പോരുന്ന വഴി കപ്പേളയ്ക്ക് തിരികെ എത്തിക്കും. എത്ര എന്താണ് ടീച്ചർ വന്ന ബസ് ടയർ പഞ്ചറാണേ, ടീച്ചർ സമയത്തിന് സ്കൂളിലേക്ക് വരാതിരിക്കണേ, ടീച്ചർ അടിക്കുന്നാണ് പറഞ്ഞത്. ചോദിച്ചപ്പോ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കുട്ടികൾ പങ്കുവച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള പങ്കുവയ്ക്കലുകളൊക്കെ നിങ്ങൾക്കും ധാരാളം നടത്താനുണ്ടാവും. അതൊക്കെ നടക്കട്ടെ, അതിന്റെ വഴിയെ നടക്കട്ടെ. എന്തായിരുന്നാലും ഈ ഒരു ഇതിലേക്ക് പ്രത്യേകിച്ച് ബെനി മാഡത്തിന്റെ ആ ഒരു സ്പീച്ച് കേൾക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്, പരിചയപ്പെടാൻ പറ്റിയത് ഭാഗ്യമാണ്. തിരുവനന്തപുരത്തിന് വല്ലപ്പോഴൊക്കെ വരുമ്പോൾ കാണാം. എന്തായിരുന്നാലും ഇതിൽ വന്ന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഇത്രയും പേര് എത്തിച്ചേർന്നല്ലോ. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും. നിങ്ങളുടെ ഓർമ്മച്ചെപ്പ് കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ ഇനിയും തുടരട്ടെ. ഞങ്ങൾ വർഷങ്ങളോളമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതാണ്. ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഇതായിട്ട് ഞാൻ എന്റെ 84 SLC ബാച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒത്തിരി ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഞങ്ങളുടെ ബാച്ചിൽ തന്നെയുള്ള പല കുട്ടികളുടെയും പല കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളെ രോഗങ്ങളായിട്ടുള്ളവരെ അവരൊക്കെയാണ് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലും അല്ലാതെയും നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നന്മ ചെയ്യാൻ കഴിയുമോ. നമുക്കറിയാം നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലെ, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഒരു പരിധിയിൽ കൂടുതൽ പണം ഉണ്ടായതുകൊണ്ട് അതൊരു നേട്ടവുമല്ല. കാരണം നമ്മൾ സൗഹൃദങ്ങൾ പങ്കുവെച്ച് നമ്മുടെ കുടുംബവുമായിട്ട് ഒത്തുചേർന്ന് നല്ല രീതിയിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുക. ജീവിതം ഒന്നേ ഉള്ളൂ, ആ ജീവിതം നന്നായി ആസ്വദിച്ച് ജീവിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മച്ചെപ്പിനെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഞാനിപ്പോ തന്നെ പോകും, കാരണം വെച്ചാൽ കല്യാണമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തന്നെ പോകും. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ പോവുകയും ചെയ്യാം. താങ്ക് യു. ടീച്ചർ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞങ്ങൾ അനൗൺസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഒരു സഹപാഠിയുടെ സ്മരണാർത്ഥം ഈ വർഷം മുതൽ SLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഓർമ്മച്ചെപ്പിന്റെ പേരില് KP മോഹനൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീച്ചറുമായിട്ട് വന്ന് സംസാരിച്ച് അവർക്കൊരു, അതുപോലെ തന്നെ ഞങ്ങള് തരാമെന്ന് പറഞ്ഞിരുന്ന ഒരു ഫർണിച്ചറിന്റെ അത് ചൊവ്വാഴ്ച ടീച്ചറെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതായിരിക്കും. ടീച്ചർ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഞങ്ങൾ തരാമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഷോപ്പ് നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ അതിന്റെ പേരിൽ ചൊവ്വാഴ്ച ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ
ടീച്ചർ വന്ന് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. ഇനി നമുക്ക് നമ്മുടെ PTA പ്രസിഡന്റിന് പെട്ടെന്ന് പോകാനുള്ളതിന്റെ പേരിൽ PTA പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഏറ്റവും ആദരണീയായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ ജഡ്ജി, നേരത്തെ പ്രിയപ്പെട്ട സത്യന്റെ വൈഫ് എന്ന നിലയ്ക്ക് അംഗീകാരിയായിട്ടുള്ള മിനി സത്യൻ, എന്റെ സഹപാഠിയായിട്ടുള്ള പ്രിയപ്പെട്ട സുരേഷ്, ഇവിടുത്തെ വാർഡ് മെമ്പർ രാജേഷ്, പ്രിയപ്പെട്ട HM ബാബു കാവലിപ്പാട്, അയ്യപ്പൻചേട്ടൻ, ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇപ്പോൾ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എന്നെക്കാളും ഒരു 3 വർഷം പിറകിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് 10ാം ക്ലാസ് പഠനം പൂർത്തിയായി പോയവരാണ്. ഞാനും സുരേഷൊക്കെ 83 ബാച്ചുകാരാണ്. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഈ ആദ്യഭാഗത്തിലെ മിക്കവാറും പേര് നമ്മളെല്ലാം ചിരപരിചിതരായ ആളുകളാണ്. എന്നാൽ ഇപ്പുറത്തുള്ള ആളുകൾ വളരെ നേരത്തേക്ക് അറിയുമായിരിക്കുമെങ്കിലും വളരെ കുറച്ചുപേര് മാത്രമേ എനിക്ക് അത്രയ്ക്ക് പരിചയമുള്ളൂ. പ്രത്യേകിച്ച് ബിജി എന്റെ അയൽവാസിയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കും, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു കുഞ്ഞ് അടുപ്പിട്ട് എന്റെ വീട്ടില് അകത്തേടെ പാല് ചീറി പാല് നടക്കുന്ന ബിജിയെ ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ തന്നെ കുഞ്ഞനിയത്തിയായിരുന്നു ബിജി. അതുപോലെ ജയ ഈ പരിപാടിയുടെ ആലോചനയുമായി ബന്ധപ്പെട്ട ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരാളാണ് ജയ. നമുക്ക് തന്നെ ജയനെ കാണുന്നില്ല. ഇപ്പൊ എന്തായാലും ഇതുപോലുള്ള ഒരു പരിപാടി നിങ്ങൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച് എത്തിച്ചേർന്നതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. കുറച്ചു കാലങ്ങളായിട്ട് ശാരീരികമായ ചില പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ വേഗം പോകണം വിചാരിച്ചിരിക്കും. മരണം തീർച്ചയായിട്ടും കഴിക്കേണ്ടതായതുകൊണ്ട് തന്നെയില്ല, ഇങ്ങനെ അധികം നേരം നമ്മൾ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലുണ്ട്. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. ഇത് നിങ്ങൾ വീണ്ടും അനക്സൂതിൽ തുടർന്നു കൊണ്ടുപോകണം. എല്ലാ വർഷവും ഇതുപോലുള്ള കുറെ കൂടി എല്ലാവരെയും പറ്റുമെങ്കിൽ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാക്കി മാറ്റണം. ഇവിടെ നമ്മുടെ ജില്ലാ ജഡ്ജി പറഞ്ഞ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ സ്കൂളിലെ അധ്യാപക രക്ഷാ സംഘടനയുമായി ബന്ധപ്പെട്ട് ഞാനും നേരിട്ട് കാണുന്നുണ്ട്. നമ്മൾ പഠിച്ച സാഹചര്യമല്ല ഇപ്പോഴത്. നമ്മുടെ കാലത്തെ വിദ്യാഭ്യാസ രീതിയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ മാറി. ഇപ്പോഴത്തെ നമ്മൾ രക്ഷിതാക്കൾ മാറിയാണ്. പണ്ട് നമ്മുടെ വീട്ടിൽ 5-6 മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടി 10 പ്രാവശ്യം അധ്യാപകൻ തല്ലി സ്കൂളിൽ വിട്ടാൽ നമ്മുടെ രക്ഷിതാക്കളെ അന്വേഷിക്കാൻ വരുമായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഒരു കുട്ടിയെ തക്കതായ കാരണത്തിന് അധ്യാപകരോ അല്ലെങ്കിൽ സ്കൂളോ ശിക്ഷിച്ചാൽ പോലും അധ്യാപകരെയും PTA-കാരെയൊക്കെ ഒന്നടക്കം ആക്ഷേപിക്കുകയും കുട്ടിയോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളുമാണ് എന്നുള്ളത്. പലപ്പോഴും ഈ PTA പ്രശ്നങ്ങളിലേക്ക് പോലീസ് കേസിൽ പ്രതിയാകപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ അധ്യാപകരും ഞാനും ഒക്കെ പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന രക്ഷകർത്താക്കൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അല്പമെങ്കിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാലമാണ്. അപ്പൊ ചിലരൊക്കെ അമ്മൂമ്മയൊക്കെ ആയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നാൻ ഈ ലേഡീസ് വിഭാഗത്തിൽ അപ്പൂപ്പന്മാരായ ആളുകൾ ഇപ്പുറത്ത് വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നല്ല ആശംസ പറഞ്ഞ ഷാൻജിക്ക് പ്രത്യേകം നന്ദി. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തിട്ട് പോകാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ പ്രതികരിച്ച് നമ്മുടെ ഇൻവിറ്റേഷനിൽ അടിച്ചിരിക്കുന്നത് നന്ദകുമാർ OSAയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളിൽ എത്താൻ പറ്റാത്തതിന്റെ പേരിൽ എന്നാൽ ഞങ്ങളുമായിട്ട് കൂടുതലായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ PTA പ്രസിഡന്റായിരിക്കുമ്പോഴൊക്കെ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളിലും അന്വേഷണങ്ങളൊക്കെ ഉള്ള പ്രത്യേകിച്ച് ഈ ഓർമ്മച്ചപ്പ് പരിപാടി ഇവിടെ തന്നെ നടത്താൻ വേണ്ടിയിട്ട് ഒരു 90% അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചവര് ഒരാൾ കൂടിയാണ് അയ്യപ്പൻചേട്ടനെ നമ്മുടെ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
രാജേഷ്, സുരേഷ്, മറ്റ് സുഹൃത്തുക്കൾ, 1986 ശേഷം ആദ്യമായി വീണ്ടും ഈ സ്കൂളിലേക്ക് കടന്നു വന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. കൂടെ നേരത്തെ അല്ലാതെ സ്കൂളിലേക്ക് ഈ ഓർമ്മച്ചെപ്പ് പരിപാടിയിലേക്ക് വന്ന എല്ലാവരെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ സംഘടനയുടെ സെക്രട്ടറിയാണ്. പ്രസിഡന്റിന്റെ പേരാണ് നോട്ടീസിൽ അടിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞ കുറച്ചുകൂടിയൊക്കെ ഉന്നതരായിട്ടുള്ള പൊസിഷനൊക്കെ അലങ്കരിക്കുന്ന ആൾക്കാരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ, നന്ദകുമാർ, അങ്ങനെയുള്ള ആളുകളാണ് പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത്. ഞാൻ സെക്രട്ടറി മാത്രമാണ്. കഴിഞ്ഞ ഈ 2013 തൊട്ട് ഈ സ്കൂളിലെ ചെറുതും വലുതുമായ ഒരുമിക്ക വേദികളിലും എനിക്കിങ്ങനെ പങ്കെടുക്കാനായിട്ടുള്ള അവസരം കിട്ടാറുണ്ട്. നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, 2013 തൊട്ട് പൊതുവിദ്യാർത്ഥി സംഘടന നമ്മുടെ വിദ്യാലയത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കും അല്ലാതെ വരുന്ന ആളുകൾക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ആ ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു വലിയ ബോർഡ്, OSA ഓഡിറ്റോറിയം സമർപ്പണം പൊതുവിദ്യാർത്ഥി സംഘടന. അങ്ങനെ ഈ 10-20 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ കേരളത്തിലെ ഒരു പൊതുവിദ്യാലയത്തിലും ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല. കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും ഇങ്ങനെയൊരു സംഭവം കാണാൻ സാധിച്ചെന്ന് വരില്ല. നമ്മളുടെ കൂട്ടായ എല്ലാ പൊതുവിദ്യാർത്ഥികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും എല്ലാം പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾക്കത് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഓരോ വർഷവും SSLCക്കും +2 ഉന്നത മാർക്ക് എടുക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുകയും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ഇപ്പോഴും സ്കൂളിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ടീച്ചേഴ്സ് ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ സ്കൂളിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഈ കോവിഡ് വന്ന പിന്നെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ബിൽഡിംഗ് ഇത് MLAയുടെ വകയാണ്. 40 ലക്ഷം മുടക്കി ജോസ് തെറ്റയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന MLAയുടെ വകയായിട്ടുള്ള ഒരു ഹാളാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഫർണിച്ചർ, ഈ മൈക്ക്, ഈ നിങ്ങളുടെ കസേര, ഇതെല്ലാം കൊച്ചിൻ ഷിപ്പ്യാർഡ് അവര് 4 ലക്ഷം രൂപ ഒരു CSR ഫണ്ടിൽ നമ്മുടെ അന്നത്തെ PTA പ്രസിഡന്റ് ബാബു കാവാലിപ്പാട് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഞാൻ അന്നത്തെ HM ഉണ്ണികൃഷ്ണൻ സാറും ബാബു ഒക്കെ കൂടെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഈ ഹാളിൽ കിട്ടിയത്. അത് പറയാൻ കാരണം നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR വിഭാഗത്തിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടായി. ആ പോളിന്റെ ശ്രമ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ 4 ലക്ഷം രൂപ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വകയായിട്ട് നമ്മൾക്ക് കിട്ടിയത്. അതോടൊപ്പം പുതിയ അപ്പുറത്ത് കാണാൻ സാധിക്കും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കാൻകർ ബോംബെ ഓയിൽ മിൽസ് എന്ന് പറയുന്ന ആ കമ്പനി വന്നിരിക്കുന്നതാണ്. നമ്മൾക്ക് ഫെഡറൽ ബാങ്ക് 1.5 ലക്ഷം രൂപയാണ് വന്നത്. ഇതെല്ലാം പൊതുവിദ്യാർത്ഥി സംഘടനയുടെ ചെറിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ വന്നിരിക്കുന്ന പലരും പൊതുവിദ്യാർത്ഥി സംഘടനയായിട്ട് പല ഘട്ടങ്ങളിൽ സഹകരിച്ചിട്ടുള്ളവരാണ്, സഹകരിക്കുന്നവരാണ്. നമ്മൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു അവസരം നമ്മളുടെ ജോലിയുടെ ഭാഗമായോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭാഗമായോ ഇങ്ങനെ നമ്മുടെ പൊതുവിദ്യാലയത്തിന് ചെയ്യാൻ ഉള്ള അവസരം പാഴാക്കരുത്. അതിന് ഈ സ്കൂളിലെ അധികാരികളുമായിട്ടോ സംഘടനയുമായിട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. സ്കൂളിലേക്ക് അത് നല്ല രീതിയിലുള്ള ഒരു സംഭാവനയാക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, പൊതുവിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. 50 രൂപയാണ് എന്റെ മെമ്പർഷിപ്പ്. ഞാൻ ആ ഫോം എടുക്കാൻ മറന്നുപോയി. അത് കമ്പൽസറി ഒന്നുമല്ല. കഴിയുന്ന ആളുകൾ, ഞാൻ കുറച്ച് സമയത്തിനും ആ ഫോം എത്തിക്കാം. കഴിയുന്ന ആളുകൾ, എടുക്കാത്ത ആളുകൾ, പൊതുവിദ്യാർത്ഥി സംഘടനയുടെ മെമ്പർഷിപ്പ് ഇതുവരെ എടുക്കാത്ത ആളുകൾ പറ്റുമെങ്കിൽ ഈ 50 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്ത് സഹായിക്കുകയാണെങ്കിൽ സംഘടനയുടെ അടുത്ത പ്രവർത്തനത്തിന് അത് ഉപകാരപ്പെടും. സംഘടനയ്ക്ക് കിട്ടുന്ന 5 പൈസ ഒരാളുടെ പോക്കറ്റിലേക്ക് പോകില്ല. അതെല്ലാം സ്കൂളും അതിന് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ. എന്തായാലും ഈ ഓർമ്മച്ചെപ്പ് 86 ബാച്ചിന്റെ ഈ സംരംഭത്തിൽ മുൻകൈയെടുത്ത ശ്രീ ബാബു കാവാലിപ്പാടൻ, ബാലകൃഷ്ണൻ, ഷാജി, ജയ ഇങ്ങനെയുള്ള ആളുകളെ വളരെയധികം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനും നല്ല ഐശ്വര്യങ്ങൾ നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
OSAയുടെ ഇപ്പം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളും OSA എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായി തീരേണ്ടവരാണ്. ഞങ്ങളെയൊക്കെ പുറത്തേക്ക് കെട്ടിച്ചു വിട്ടവരല്ലേ. ഇനി അടുത്ത ഓർമ്മച്ചെപ്പ് വരുന്ന സമയത്തല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഒരു പക്ഷേ ലേഡീസ് ചിന്തിക്കാം. ഇപ്പം ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ ജെൻസിന് ബാധകമാണ്. എവിടെ നിന്നെങ്കിലും നമുക്ക് ഇതേപോലെ സ്കൂളുകളെയോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയോ സ്കൂളുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അതിനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. കാരണം ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഓരോ സാധനങ്ങളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും അതാത് കാലഘട്ടങ്ങളിലെ PTA-യും ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂളിന് ഇന്ന് ഈ കാണുന്ന വിധത്തിലുള്ള വളർച്ചയും ഇനി എന്തെങ്കിലും തളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തളർച്ചയെ കൊണ്ടാകണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും അയ്യപ്പനയുടെ കൊണ്ടുവരുന്ന ഫോം പൈസ എത്രയാണെന്ന് നോക്കുന്നില്ല, അവരെല്ലാവരും അതിനകത്ത് അംഗങ്ങളായി തീരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇനി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സുരേഷ് സാറ് ബോറടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി നിങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും പ്രത്യേകിച്ച് സ്കൂളിന്റെയും നടത്തിപ്പില് വളരെയധികം നിർണായകമായിട്ടുള്ള റോള് വഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ആ സ്കൂള് പ്രതിദാനം ചെയ്യുന്ന വാർഡിലെ മെമ്പർ. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു പരിപാടിയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. രാഷ്ട്രീയ വിവേചനങ്ങളില്ലാതെ ജാതി മത ചിന്തകളില്ലാതെ ഏതൊരു മെമ്പറും ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായിരുന്നാലും സ്കൂളിന്റെ PTA ആയിരുന്നാലും അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു മെമ്പറാണ് PR രാജേഷിനെ. വളരെയധികം സ്നേഹത്തോടു കൂടി ഓർമ്മച്ചത്തിന്റെ പേരിൽ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ബോച്ചേട്ടൻ ഉദ്ഘാടനം ചെയ്തതിൽ സംസാരിച്ച മിനിമോൾ സത്യൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടിയിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. എന്നാലും ചെറിയ 2 വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുമ്പോഴും നിങ്ങൾ പഠിക്കുമ്പോഴും ഈ കെട്ടിടം നമുക്ക് ഓർമ്മയുണ്ടോ? ഒരു ഓലഷെട്ട് മാത്രമായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കിടക്കാൻ പാതകൾ ഇഷ്ടംപോലെ ആയിരുന്നു. ഇപ്പോൾ 2 മാതം മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ തട്ടികയൊക്കെ പൊളിച്ച് നമ്മൾ എന്തോരം പുറത്തു പോയിരിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പുറത്തു പോയിരിക്കുന്നത്. പിന്നെയും കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ 32,000 പിള്ളേർ പഠിച്ച സ്കൂൾ ഇന്നത്തെ അവസ്ഥ 450-500 പേർ മാത്രമാണ് 1 മുതൽ 10 വരെ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ആ സ്കൂൾ നമ്മുടെ ഈ സ്കൂളിൽ നമുക്കൊരു മാറ്റം വരുത്തണം. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം. നമ്മുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും അല്ലെങ്കിൽ മക്കളും ഉണ്ടെങ്കിൽ നമ്മളിവിടെ പഠിക്കാൻ നമ്മൾ നിർബന്ധിക്കണം. നമ്മുടെ ഈ സ്കൂളിന്റെ അവസ്ഥ മാറ്റം വരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ഓർമ്മച്ചെപ്പ് ബാച്ച് കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ 86 ബാച്ചിന്റെ വളരെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ഒരു താരം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് വാങ്ങിച്ച മാർക്ക് ഇപ്പോഴും അത് ആ റെക്കോർഡ് മറികടക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. നമ്മൾ പഠിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അന്ന് ഡിസ്റ്റിങ്ഷന്റെ സമയം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതും ഏതാണ്ട് അന്നത്തെ 5ാം റാങ്കിന് ഒപ്പം മാർക്ക് ലഭിച്ച ഇവിടെ ഷാജിയാറോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് അന്ന് 547 അല്ലേ? 547 533. അപ്പോ അത്രയും മാർക്ക് ഇതുവരെയായിട്ടും ഇവിടെ ഈ സ്കൂളിൽ SSLC കിട്ടിയിട്ടില്ല. ഇല്ല സത്യ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ഓർമ്മകളൊക്കെ നമുക്ക് പങ്കുവെക്കാം. ഏതായാലും നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സുരേഷ് സാറിന്റെ ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു മധുരമായ ഘനഗാംഭീര്യമുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. നിങ്ങൾ ഗസ്റ്റുകൾക്ക് പോകാൻ സമയമാവും. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം.
എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ഏറ്റവും ബഹുമാനിയായ നമ്മുടെ ഉദ്ഘാടക, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാർഗങ്ങൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അധ്യക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ ബോറടിച്ചിരിക്കുകയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് ഞാൻ അധികം ബുദ്ധിമുട്ടിക്കില്ല. ഏതായാലും ഇത്തരത്തിലുള്ളൊരു ഓർമ്മച്ചെപ്പിലേക്ക് എനിക്ക് കൂടി ഒന്ന് കടന്നു വരാൻ ഒരവസരമൊരുക്കിയതിന് നന്ദി പറയുന്നു. ഇതൊരു ഓർമ്മകളുടെ ഉത്സവമായിട്ടാണല്ലോ നമ്മൾ കൂടുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കുറെ മനസ്സുകൾ അന്നത്തെ മനസ്സുമായിട്ട് ഇന്നിവിടെ എത്തിച്ചേരുന്നു. എന്നിട്ട് ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. നമുക്ക് പലപ്പോഴും അറിയാം, നമ്മൾ പല പല സ്വപ്നങ്ങളും കാണുന്നത് നമ്മുടെ ഓർമ്മകളിൽ നിന്നാണ്. നമ്മുടെ ഓർമ്മകളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മുളച്ചു പൊന്തുന്നത്. ഏതൊക്കെ ഓർമ്മകളാണ് നമ്മുടെ ഉള്ളിൽ വളർന്നിടം വെച്ചിട്ടുള്ളത്, അതാണ് എല്ലാത്തിന്റെയും അടിത്തറയായി വർത്തിക്കുന്നത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം മുന്നോട്ട് നടക്കുന്നത്. നമ്മുടെ തന്നെ ഒരു കവി പറഞ്ഞതുപോലെ, സ്വപ്നങ്ങൾ നൽകിയ സപ്തവർണ്ണാഞ്ചിത ചിത്രയിൽ വടിയൂന്നി ഊന്നി നടന്നു നാം കാലദേശങ്ങൾ തൻ കാണാക്കരകളെ കാലടിപ്പാടുകളാൽ അളന്നങ്ങനെ എന്ന് പറയുന്നുണ്ട്. സ്വപ്നങ്ങൾ നൽകിയ ഏതോ ഊന്നുവടികളുമായിട്ട്, പല പല നിറത്തിലുള്ള ഊന്നുവടികളുമായിട്ട് നമ്മൾ ഊന്നി ഊന്നി നടക്കുകയാണ്. ഏതോ കാലദേശങ്ങൾ തൻ കാണാക്കരകളിലേക്ക് നമ്മളിന്ന് നടന്ന് നമ്മളിന്നിവിടെ എത്തുന്നു. ഏതായാലും നമ്മൾ ഇതിലൊക്കെ എത്തിച്ചേർന്നു എന്നുള്ളത് അതിനകത്ത് കാലത്തിന്റെ കനിവുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാവരും ഓർത്തെടുത്തതുപോലെ നമ്മുടെ വിദ്യാലയം നമ്മളിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നമ്മളായിരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വിദ്യാലയം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഓരോ വിദ്യാലയവും നമ്മുടെ രണ്ടാം വീടാണ്. നാം ആദ്യമായി കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് എങ്കിൽ നമ്മുടെ സാമൂഹികമായ ബന്ധം, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ, മറ്റൊരു മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയൽ, മറ്റൊരു ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയൽ, നമ്മുടെ സമൂഹ ബന്ധങ്ങളെ നമ്മൾ വാർത്തെടുത്തത് എല്ലാം വിദ്യാലയത്തിൽ നിന്നാണ്. വിദ്യാലയത്തിൽ നിന്നാണ് നമ്മളൊരു സമൂഹ ജീവിയായിട്ടുള്ളത്. വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ സമൂഹ ജീവിയല്ല, അത് തീർച്ചയാണല്ലോ. നമ്മൾ ഒരു വീടിന്റെ തികഞ്ഞ സ്വാർത്ഥതയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷെ ആ മാറിയ കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ ബഹുമാന്യായ ഒരു നാടക പറയുകയുണ്ടായി. ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, മാതാപിതാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. നാം ഇപ്പോഴും ഗൃഹസ്ഥർ മാത്രമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ ബോധം നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അധ്യാപകരൊക്കെ കോടതി മുറികൾ കയറി വരുന്നത്. നമുക്ക് നഷ്ടമായി പോകുന്നുണ്ട് നമ്മുടെ മൂല്യങ്ങൾ. ഇപ്പോഴും പറയുന്ന ആധുനികമായ തലമുറയ്ക്കാണ് മൂല്യബോധം നഷ്ടപ്പെടുന്നത് എന്നാണ്. പക്ഷെ തികച്ചും നമ്മൾ മനസ്സിലാക്കണം, ആധുനികമായ തലമുറയ്ക്കല്ല, വരാനിരിക്കുന്ന കുട്ടികൾക്ക് മൂല്യബോധം നമ്മൾ തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മൂല്യബോധമില്ലാത്തവരാകുമ്പോൾ നമ്മുടെ പുറകെ വരുന്ന തലമുറയ്ക്ക് മൂല്യബോധം ഇല്ലാത്തവരായി തീരുന്നു. അതിന്റെ സാമൂഹികമായിട്ടുള്ള വിപര്യമാണ് നമ്മൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പഴയ കാലത്തിന് പ്രസക്തി ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഓണത്തേക്ക് ഓർത്തെടുക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ പഴയ കാലങ്ങളെയൊക്കെ നമ്മൾ ഓർത്തെടുക്കാറുണ്ട്. മാവേലി നാട് വാണിയെടുക്കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന്. എങ്ങനെയാ ഓർമ്മകൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത്? ഓർമ്മകൾക്ക് പലപ്പോഴും പ്രസക്തി ഉണ്ടാവുന്നത് വർത്തമാനകാലം വിരസമായി തീരുമ്പോഴാണ്. വെളിച്ചത്തിന് എപ്പോഴാണ് പ്രസക്തി ഉണ്ടാവുന്നത്? ഇരുട്ടുള്ളപ്പോഴാണ്. ഇരുട്ടുള്ളപ്പോൾ മാത്രമേ വെളിച്ചത്തിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മുടെ ഓർമ്മകൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത് നമ്മളുടെ വർത്തമാനകാലം അത്രയധികം സംഘർഷപൂരിതവും അത്രയധികം വിരസവുമായി തീരുമ്പോഴാണ്. നാം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ചേക്കേറാനായിട്ട് ചില ചിന്തകൾ തേടുന്നു. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ തന്നെ ഒരു കവി പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തുമ്പോ ആ കവി ഇങ്ങനെ പറയുന്നുണ്ട്: കൂട് കൂട്ടി കാട് കാട്ടാൻ പുള്ളിച്ചാടുന്ന കുട്ടികൾ, അവരെ കിട്ടിയാൽ പിന്നെ ഞാനില്ല, അവരും മുറിയും
അതിഹ്രസ്വങ്ങളത്തെ ദിവാനിശകളാകവേ ഉറങ്ങുമ്പോൾ ഉണരണം, കളി തീരാതെ നിർത്തണം. എന്തൊരു ഉത്സവം അക്കാലത്തുള്ള നിർവ്വന ഭംഗിയിൽ. ഇനിമേൽ ഉദിക്കില്ല പൂർണ്ണചന്ദ്രൻ ഒരിക്കലും, ഇനിമേൽ ഉദിക്കില്ല കതിരവന്മാരൊരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും തിരിച്ചു വരാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓർമ്മകളുടെയെങ്കിലും ഒരു ഉത്സവത്തില് നമുക്കിങ്ങനെ പങ്കാളിയായി തീരാനും കുറെ മനസ്സുകളുടെ ജീവിതങ്ങളുടെ പങ്കുവയ്ക്കലുകൾ നടത്താനും പറ്റിയ ഈ ഒരു സുവർണ നിമിഷം ഒരുക്കിയെടുത്തതിന് വളരെയധികം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഈ കൂട്ടായ്മ ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മുന്നോട്ട് കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് നടത്തുന്നതിന് വേണ്ടിയിരിക്കണം. നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുമ്പോൾ നിന്റെ പ്രാണനാൽ എത്ര വിളക്ക് കൊളുത്തി നീ എന്നൊരു കവി ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ട് ഏതൊക്കെ ജീവിതങ്ങളിലാണ് നമുക്ക് വിളക്ക് കൊളുത്താൻ കഴിഞ്ഞത്? ഏതെങ്കിലും ഒരു ജീവിതത്തിൽ നമുക്ക് പ്രകാശം പകരാൻ കഴിഞ്ഞോ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. സ്വന്തം അവനവന് വേണ്ടി ജീവിക്കലല്ലോ ജീവിതം. എല്ലാവരും അവനവന് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവനു വേണ്ടി കൂടി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിന്റെ നാനാർത്ഥങ്ങൾ കൈവരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മറ്റൊരു ജീവിതത്തിലേക്ക് ഒരു വിളക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരമൊരു കൂട്ടായ്മകൾക്ക് അത്തരത്തിലുള്ള മുന്നോട്ട് വയ്ക്കലുകൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ മൃഗ ജീവിതം തന്നെയാണ്. മൃഗങ്ങളും ഇതേപോലെ തന്നെയാണല്ലോ, ജീവിക്കുന്നുണ്ട്, അവ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, അവ ഒരു നാൾ ആരോരും അറിയാതെ മാഞ്ഞു പോകുന്നുമുണ്ട്. പക്ഷെ നമ്മളിവിടെ ജീവിച്ചിരുന്നാൽ നമുക്കിവിടെ ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ കഴിയണം എന്നുള്ളതാണ്. പണ്ടിവിടെ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് വരാനിരിക്കുന്നത് തലമുറയ്ക്ക് ഓർക്കാൻ കഴിയണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നാം നാളെ മറവിയിലേക്ക് മാഞ്ഞു പോകുന്നവരാകരുത്. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കടന്ന് തിരിഞ്ഞു നോക്കുക. എത്രയെത്ര ദീപസ്തംഭങ്ങളാണ് ചരിത്രത്തിൽ നിലകൊള്ളുന്നത് എന്നുള്ളത്. എത്രയെത്ര ദീപസ്തംഭങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതോടൊപ്പം തന്നെ അനേക കോടി മനുഷ്യർ ആരോരും അറിയാതെ ഒരു മുഖവും ഇല്ലാത്തവരായിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് കടന്നു പോയിട്ടുണ്ട്. അവരെ ഓർക്കുന്ന പോലുമില്ല. അല്ലെ, നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 തലമുറയ്ക്ക് 2 തലമുറയ്ക്ക് അപ്പുറത്തുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റില്ല. അവരുടെ പേര് പോലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കുറെ കഴിയുമ്പോൾ നമ്മൾ വെറും ഒരു ചിത്രമായിട്ട് നമ്മുടെ ചുമരിൽ തൂങ്ങും. അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രത്തിന് വലിയ പ്രസക്തി. ആ ചിത്രം എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയപ്പെടും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഭൂമുഖത്തെ ഒരു ഓർമ്മ പോലും അല്ലാതായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലം അവനവനാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ വലിയ കൂട്ടായ്മകൾ കൊണ്ടേ കഴിയുകയുള്ളൂ. ഈ ലോകത്തുള്ള ഏതൊരു പ്രസ്ഥാനവും മുന്നോട്ട് പോയിട്ടുള്ളത് കൂട്ടായ്മകളിൽ നിന്ന് തന്നെയാണ്. ഒറ്റയ്ക്ക് നടക്കുന്നതിന് വളരെയധികം പരിമിതികളുണ്ട്. നമുക്ക് എത്ര ദൂരം ഒറ്റയ്ക്ക് നടക്കാൻ കഴിയും? ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുന്ന അളവിന് കുറച്ച് ദൂരം മാത്രമേ നമുക്ക് നടക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒന്നിച്ച് നടക്കുമ്പോൾ ഒരുപാട് ദൂരം നമുക്ക് വളരെ പെട്ടെന്ന് പിന്നിടാൻ കഴിയും. അതിനുള്ള കരുത്തും അതിനുള്ള ശേമുഷിയും അതിനുള്ള മനസ്സും അതിനുള്ള പ്രാപ്തിയും എല്ലാം ഉള്ളവരാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതേ പ്രകാശം മറ്റുള്ളവരുടെ ജീവിത വഴികളിലും പകർന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ പ്രഭാഷണം കുറച്ചുകൂടി ഉഷാറായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രശ്നമാകാൻ വേണ്ടി പോയതാണ്. തീർന്നു. അപ്പൊ ഓക്കെ, നിങ്ങളുടെ മുഖം കണ്ടിട്ട് ചിലപ്പോ അത്രയും പറഞ്ഞാൽ മതി എന്ന് ചിലപ്പോൾ തോന്നിയത്. സാധാരണ എല്ലാവരും ഓഡിയൻസിനെ നോക്കിയിട്ടാണ് പ്രഭാഷണങ്ങളായിരുന്നാലും പ്രസംഗങ്ങളായിരുന്നാലും ചെയ്യുക. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ പലരും ഉറക്കം തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പുറകില് ഭക്ഷണവും കണ്ടു. അപ്പൊ പുറകില് ഭക്ഷണം, മുൻപില് നിങ്ങളുടെ ഉറക്കം തൂങ്ങല്, പിന്നെ ഒഴിഞ്ഞ കസേരകള്, ഇതൊക്കെ കഴിഞ്ഞപ്പോ സാധനങ്ങൾ സുഖമായി തോന്നുന്നില്ലേ? എന്തായാലും നമുക്ക് ഔപചാരികമായിട്ട് ഈ പ്രോഗ്രാമിന്റെ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലീഡർ ബിജി കെയെ ക്ഷണിക്കുന്നു.
പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബാബു കാവാലിപ്പാടൻ, ഉദ്ഘാടക ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് മിനിമോൾ സത്യൻ, സ്നേഹമുള്ള വിശിഷ്ട വ്യക്തികളെ, എന്റെ സഹപാഠികളെ, നന്ദി പറയുക എന്നുള്ള കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. അധികം വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, കാരണം സമയത്തിന് വൈകില്ല, നമുക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തുകയാണ്. ഇതിന്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ കോർഡിനേറ്റർ ശ്രീ ബാബു കാവാലിപ്പാടിന് ആദ്യമേ തന്നെ നമ്മുടെ ഓർമ്മച്ചിപ്പിന്റെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് മിനിമോൾ സത്യനെ നന്ദി രേഖപ്പെടുത്തുന്നു. വാർഡ് മെമ്പർ രാജേഷ്, ഹെഡ് മിസ്ട്രസ് കൊച്ചുറാണി ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ അയ്യപ്പൻ, OSAയുടെ പ്രസിഡന്റ് ശ്രീ അയ്യപ്പൻ, PTA പ്രസിഡന്റ് ശ്രീ ഷാജി, മുഖ്യപ്രഭാഷണം നടത്തിയ സാഹിത്യ നിരൂപകനായ ശ്രീ സുരേഷ് സന്ദേശത്തിൽ എന്നിവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത നന്ദി രേഖപ്പെടുത്താനുള്ളത് നമുക്ക് തന്നെയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും, ഇതിൽ സംബന്ധിച്ച നമുക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്തുള്ള നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി രേഖപ്പെടുത്തൽ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ഒരു മർമ്മപ്രധാനമായ ഒരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. അതിന് മുൻപായിട്ട് രണ്ട് കാര്യങ്ങള്. ഒന്ന്, നമ്മള് ഭക്ഷണം റെഡിയായിട്ടുണ്ട്. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. അപ്പൊ നമ്മള് ആരും പ്രത്യേകമായിട്ട് അത് സെർവ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് ആവശ്യം പോലെ എടുക്കുക. അരമണിക്കൂർ, അതായത് 1:30 നമുക്ക് വീണ്ടും ഇവിടെ ഒത്തുകൂടണം. കാരണം 3 മണിയാവുമ്പോൾ എല്ലാവർക്കും പിരിയേണ്ടതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 1.5 മണിക്കൂറാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടു, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഭക്ഷണം കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സ്വകാര്യ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഞങ്ങളുടെ ഈ പരിപാടി ലൈവായിട്ട് ഫേസ്ബുക്കിലും ലിങ്കിൽ കാണുന്ന ഞങ്ങളുടെ പുറത്തുള്ള ഇറ്റലിയിലുള്ള ശൈലജ, പിന്നെ അതുപോലെ തന്നെ അയർലൻഡിലുള്ള മേരി, പിന്നെ ഇറ്റലിയിൽ തന്നെയുള്ള നിക്സൺ, പിന്നെ സിംഗപ്പൂരിലുള്ള ജാൻസി, മുംബൈയിലുള്ള ആൽഫി, ഹൈദരാബാദിലുള്ള ഗീത, ഇവർക്ക് ആർക്കും പിന്നെ ഇതിനകത്തുനിന്ന് പിന്നെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്നത്തെ പരിപാടികൾക്ക് ആവശ്യമായിട്ടുള്ള വലിയ സാമ്പത്തിക സഹായം നൽകിയ ഓസ്ട്രേലിയയിലുള്ള ബെന്നി, ഇവർക്ക് ആർക്കും ഈ പരിപാടി കാണാനേ സാധിക്കുള്ളൂ. ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിന് പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് വേണ്ടിയിട്ട് കൂടി ഞങ്ങള് ആ ഷെയർ എല്ലാവരും കൂടി ചെയ്യുന്നതായിരിക്കും. പിന്നെ പല ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട്. അവരും ഈ പരിപാടി ഒരുപക്ഷെ ലൈവായി കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളും ഞങ്ങളോടൊപ്പം ഈ സ്നേഹവിരുദ്ധ സംബന്ധിക്കുക. കൃത്യം 1:30 തന്നെ നമ്മള് ഇനി വരുമ്പോഴും നമ്മള് സ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും വട്ടമിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്നെങ്കിലൊക്കെ നമ്മളെല്ലാവരും ഈക്വൽ ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഒരാൾ മോളിൽ കയറി സംസാരിക്കുന്ന അവസ്ഥ മാറിയിട്ട് ഈ കസേരകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സമയക്രമം പാലിക്കുക, ആരും തന്നെ വിട്ടു പോകരുത്. പിന്നെ നമുക്കിത് കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ആണ് നമ്മുടെ ഫോട്ടോ സെഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ പറഞ്ഞിരുന്നു 86ന്റെ ആ ഫോട്ടോ ആരുടെ കയ്യിലെങ്കിലും അന്നത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇടാൻ പറഞ്ഞു. ഒറ്റ കുട്ടികളുടെ കയ്യിലുമില്ല. 86ല് പഠിച്ച
അന്നത്തെ ആ മുഖങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ആരും തന്നെ അത് കീപ്പ് ചെയ്തിട്ടില്ല തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും നമ്മൾ ഒരു മെമ്മന്റോ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ കോപ്പി നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോയും കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭക്ഷണത്തിനായിട്ട് എഴുന്നേറ്റ് ഇവിടെ ഈ ഹാളിന്റെ പിറകിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പൈപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഒരുപാട് സമയം വർത്താനം പറഞ്ഞ് അവസാനം ഇവിടെ വന്ന് ഓടിപ്പിടഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട്. എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, കൈ കഴുകാനുള്ള സൗകര്യത്തിന്റെ പിറകിൽ ഉണ്ടായിരിക്കും. ഓക്കെ.